അവസാനമായിട്ട് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണ് ഈ കാണുന്നത്. അത് നമ്മൾ സാധാരണ ഇങ്ങനെ യൂട്യൂബ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ വീഡിയോ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലൊന്ന് ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഇത് 7ാമത്തെ ക്ലാസ്സാണ്, നമ്മൾ ഖത്മുൽ ഖുർആൻ്റെ 7ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ആദ്യമായി കാണുന്ന ആളുകൾക്ക് പലർക്കും, പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകൾക്കൊക്കെ ഇതിന് മുമ്പ് നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണിത്. അപ്പോൾ ഈ മിനിയാന്ന് പിന്നെ അതിൻ്റെ മുമ്പുള്ള ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ അത് എങ്ങനെ എടുക്കുക എന്ന് പല ആളുകൾക്കും അറിയില്ല. വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ വീഡിയോ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ക്ലിക്ക് ചെയ്യുമല്ലോ. ഇതാണ് നമ്മുടെ വീഡിയോ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് നമ്മളിങ്ങനെ കാണുമല്ലോ. ഇനി ഇവിടെ താഴെ കണ്ടില്ല നമ്മുടെ മദ്രസ ഖുർആൻ പഠന സഹായിന്ന് ഇവിടെ ഒരു എഴുത്ത് കണ്ടില്ലേ? ഈ എഴുത്തുള്ള ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ലൈക്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്, ഷെയറിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള ഓപ്ഷനുകളൊക്കെ അവിടെ താഴെ ഉണ്ട്. അതിൻ്റെ മേലെ കണ്ടില്ല നമ്മുടെ ചാനലിൻ്റെ പേര്, നമ്മുടെ ഈ ചാനലിൻ്റെ പേര് അവിടെ ഉണ്ടാവല്ലോ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അപ്പോൾ ഈ വീഡിയോ എന്നല്ല ഏത് ചാനലിൻ്റെയും മുമ്പുള്ള വീഡിയോ കിട്ടണമെങ്കിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇത് കണ്ടില്ലേ? ഇതാണ് നമ്മുടെ പിന്നെ വീഡിയോകൾ. ഇതിങ്ങനെ ഓരോന്നിങ്ങനെ മേലോട്ട് നീക്കിക്കൊടുത്താൽ, മുകളിലോട്ട് നീക്കിക്കൊടുത്താൽ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്ത ഒരുപാട് വീഡിയോകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അവിടെ കാണുന്നില്ല എങ്കിൽ ഇവിടെ വീഡിയോ എന്ന് കണ്ടില്ലേ മേലെ മുകളിൽ, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പിന്നെ കൃത്യമായിട്ട് വീഡിയോകൾ അവിടെ കൃത്യമായിട്ട് കാണിക്കും. 7, 6, 5, 4 കണ്ടില്ലേ? പിന്നെ 3, 2 ഇങ്ങനെ മുമ്പ് ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് അപ്ലോഡ് ചെയ്തത് വരെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിങ്ങനെ എന്ത് ചെയ്യാം, മുകളിലോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് നീക്കി കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഉള്ളത് മുഴുവനും നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. വളരെ സിമ്പിളാണ്. എന്തേ ഇപ്പോൾ ചെയ്തത്? എന്തേ നമ്മൾ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ചാനലിൻ്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്തു, നേരെ സ്ക്രോൾ ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ.